അപ്പോൾ കേട്ടോ പരിപ്പും ഒക്കെ വെന്ത് വെറുതെ ഉടച്ച് അതിൽ ലേശം മഞ്ഞൾപ്പൊടി മുളകും പൊടി പച്ചമുളകൊക്കെ ഇട്ടിട്ടോ എന്നിട്ട് തേങ്ങ അരച്ച് പറഞ്ഞതാ എന്നിട്ട് അതിൽക്കിതാ മുരിങ്ങ കഴുകി വെച്ചു അപ്പോൾ അത് അതിലേക്ക് ഇടുക കേട്ടോ. അപ്പം ഇന്നത്തെ കൂട്ടാൻ അടിപൊളി മുരിങ്ങ കൂട്ടാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും പച്ചക്കറിയൊക്കെ മേടിക്കുന്ന ടൈമിൽ അവനാൻ്റെ പെരയിലുണ്ടാക്കിയ മുരിങ്ങല്ലേ അതങ്ങോട്ട് വെക്കുക. നമുക്കെല്ലാം വിറ്റാമിൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. മക്കൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. മുരിങ്ങടല എപ്പോഴും നല്ലതാണ് കേട്ടോ. കണ്ണിന് കാഴ്ചക്കൊക്കെ നല്ലതെന്നൊക്കെയല്ലേ പറയണത്. അപ്പോൾ ഞങ്ങൾ ആഴ്ചയിലൊന്നല്ല, ആഴ്ചയിൽ 2-3 വട്ടം മുരിങ്ങടല താളിക്കും കഞ്ഞിവെള്ളത്തിൽ. അതൊക്കെ ഞങ്ങൾക്ക് കുറേ വട്ടം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിന്ന് പരിപ്പും മുരിങ്ങ കേട്ടോ. ഇതാണ് പിന്നെ ഇന്നലത്തെ മീൻ കൂട്ടാനും ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീൻ വറക്കണം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി നല്ല മൂപ്പിച്ചിട്ടാണ് ഇടുക കേട്ടോ. അപ്പോൾ അതൊരു തിളച്ചാൽ മതി. അപ്പളത്തിന് തന്നെ അത് മുരിങ്ങ വേഗം പോകും. നല്ല മെന്ത ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഒന്ന് മഴക്കാറുണ്ട്, കുറച്ച് നേരം പെയ്തു കേട്ടോ. നമ്മളവിടെയൊക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കിണറൊക്കെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ വെള്ളം. അപ്പോൾ ഇതട്ടോ നല്ല തളയൊക്കെ വരുന്നുണ്ട്. ഞാൻ തീയൊക്കെ ഒന്ന് കമ്മിയാക്കി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് മറിയുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ നല്ല രസമാട്ടോ. പിന്നെ ചക്കക്കുരു ഒക്കെ ഉണ്ട് വെച്ചാൽ നല്ല വേവിച്ച് പരിപ്പ് കൂടെ ഇടുക കേട്ടോ. ഞാൻ മറന്നു, ചക്കക്കുരു ഇവിടെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നത്. അപ്പോൾ അത് ഞാൻ നന്നാക്കണ്ടേ വിചാരിച്ചിട്ട് നേരം വഴുകി. അപ്പോൾ അത് കാരണം ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ അത് തിളച്ചു കേട്ടോ. ഇങ്ങനെ തിളച്ചാൽ മതി. ഇത് ഈ പച്ചപ്പ് വിട്ട ഒരു രസം ഉണ്ടാവില്ല. മുരിങ്ങ ഒരു കറുപ്പ് കളർ വന്ന ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ പച്ച കളർ മാത്രം പോകരുത്. അപ്പോൾ ഇതുണ്ടോ തിളക്കുമ്പോഴത്തേന് തന്നെ മുരിങ്ങ പോകും. ഇതാ തിളക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഇറക്കി വെച്ചു. ഇനി ഇതാ ഉള്ളി മൂപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിന് ഇതാ ഏതായാലും മീൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചിരിക്കണം. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ആദ്യം ഞാൻ ഉള്ളി ഒന്നും മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. അത്ര ഈ കളറ് കിട്ടണം കേട്ടോ. ഈ നമ്മൾ പരിപ്പും മുരിങ്ങി താളിക്കും എന്തായാലും ഈ കളറേ പാടുള്ളൂ. മറ്റൊരു വേറെ കളറ് മുരിങ്ങട വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ രസം പോകും കേട്ടോ അതിൻ്റെ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ മൂടി വെക്കരുത് മുരിങ്ങ എപ്പോഴും. അപ്പം കയ്പ്പുണ്ടാവും. ഞാൻ പലപ്പോഴും അങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ മുരിങ്ങ മൂടിയൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴൊക്കെ അപ്പോൾ ഒരു കയ്പ്പ് വരും. എന്തത് കഴിക്കണാണാവോ വെച്ചിട്ട് പിന്നെ ഞാൻ തന്നെ തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ മുരിങ്ങ കഴിക്കണില്ല കേട്ടോ. മുരിങ്ങ മൂടിയൊക്കെ ചൂടാറിയതിൻ്റെ ശേഷം മുരിങ്ങ മൂടി വെച്ചിട്ട് നമ്മളെപ്പോഴും വേവിക്കരുത് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വെച്ചിക്കട്ടെ കേട്ടോ. എന്നിട്ട് അതിലൊക്കെ കൊത്തിയാൽ മതി. വെളുത്തുള്ളി ഞാൻ പരിപ്പ് കൂടെ ഇട്ടിക്കണം കേട്ടോ. അത് വെളിച്ചെണ്ണ വെച്ച് എന്താ വലിയ ഉള്ളി 2-3 വലുതെടുത്തിക്കുക കേട്ടോ. അത് നീളത്തിലരിഞ്ഞ് അതൊന്ന് മൂത്ത് ഇതിൽക്കാണ്ട് കൊട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് പിന്നെ മീൻ വറക്കുക. അതിലെ മീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതൊക്കെ നേരാക്കി കലണ്ടർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചട്ടിയിൽ തന്നെ അപ്പോൾ അതോട് വറുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഇന്നത്തെ കുറേ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ മൂത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് പരിപാടിൻ്റെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പനഞ്ഞ പാത്രങ്ങളൊക്കെ ഒന്നാണ് കഴുകി വെക്കുക. പിന്നെ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ നിസ്കരിക്കുക, പിന്നെ ചോറിന് തന്നെ പണിയുള്ളൂ. പിന്നെ ഉച്ചരിഞ്ഞാലൊന്നും അധികം പണിയില്ല. അപ്പോൾ ഈ ഉള്ളി നല്ലോണം ചോക്കണമെന്നുണ്ട് ഇതാട്ടെ. അപ്പോൾ എന്നിട്ട് എനിക്കൊന്ന് കുത്തിയാൽ മതി. മുരിങ്ങ താളിക്കുമ്പോൾ നമ്മൾ ഇതിലില്ലേ ഈ പിന്നെ എന്താ ഉള്ളി മൂക്കുമ്പോൾ അതിൽ കഞ്ഞിയുടെ വെള്ളം ഒഴിക്കുക കേട്ടോ ചെയ്യുക. കുറച്ച് കഞ്ഞിയുടെ വെള്ളം പച്ചവെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിൽ ഉപ്പിട്ടിട്ട് വെള്ളം തിളക്കുമ്പോൾ എനിക്ക് മുരിങ്ങടല ഇടുക ചെയ്യുക. ചിലവർ ഇതിൽ തന്നെ വറുത്തിട്ട് അങ്ങനെ ഇടും. പിന്നെ പച്ചമുളകോ അങ്ങനെയൊക്കെ ഇടും കേട്ടോ. അങ്ങനെ പിന്നെ ചിലവർ കഞ്ഞിയുടെ വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ചിലവർ അങ്ങനെ ചെയ്യും. ചില ആൾക്കാർ പലതും മുരിങ്ങടലേൻ്റെ കാട്ടിൽ നല്ല രസമാട്ടോ. മുരിങ്ങടല എങ്ങനെ കാട്ടിയാൽ പിന്നെ ഇതിൽ തന്നെ പിന്നെ അങ്ങനെ ഊരിയത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ചോറൊക്കെ ഇട്ടിട്ട് ഉള്ളി ചോറ് പോലെ ആക്കിയാൽ നല്ല രസമാട്ടോ. നമ്മൾ ചാറൊന്നും വയ്ക്കാതെ ഈ വെള്ളമില്ലാതെ അങ്ങനെയും ചെയ്യാം കേട്ടോ.
പലതും പണ്ടൊക്കെ ഉമ്മയ്ക്ക് അങ്ങനെ ചെയ്ത് തരും കേട്ടോ. ഇങ്ങനെ ഉള്ളിൽ ഇത് ചോറങ്ങോട്ട് ഇട്ടിട്ട് ചെറുപ്പത്തിലൊക്കെ നല്ല എണ്ണ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ നല്ല രസമാണ്. അന്ന് തോനെ വെളിച്ചെണ്ണ വെച്ചാൽ ഞങ്ങൾക്ക് പറ്റില്ല, ചുവക്കുള്ളൂ തോന്നും. ഞങ്ങളൊന്ന് കണ്ടോക്കെ അത് നല്ല മൂത്തിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിരിക്കുന്ന കൊട്ടട്ടെ കേട്ടോ. എന്നിട്ട് വേണം ഈ ചട്ടിയിൽ തന്നെ മീൻ വറക്കാൻ. അപ്പോൾ അപ്പം നല്ല അയക്കണം കേട്ടോ. ഞാൻ വിളിക്കണം. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ല എണ്ണ ഇട്ടിട്ടോ. അപ്പോൾ അത് ഒഴിക്കട്ടെ. അതുകൊണ്ട് അടിപൊളി മുരിങ്ങക്കൂട്ട റെഡിയായി ഞങ്ങളെ. അപ്പോൾ അതുകൊണ്ട് അത് മൂടി വെക്കരുത്. മൂടി വെച്ചാൽ ഈ മുരിങ്ങയുടെ കളർ മാറും. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. പിന്നെ അത് തിന്നാനും ഇങ്ങനെയുമ്പോൾ നല്ല രസം കേട്ടോ. അപ്പോൾ അതിനകത്ത് കൈകൊണ്ട് മൊബൈൽ പിടിച്ചിട്ടോ. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറയുന്നത്. അതേട്ടോ ഞാൻ മീനൊക്കെ വറക്കട്ടെ. അത് കൂടെ ഇട്ടിട്ട് മീനൊക്കെ റെഡിയാക്കി മുറിച്ച് കായം പരത്തി ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ കേട്ടോ ഇങ്ങനെ നട്ടലുണ്ട്. പിന്നെ ചില ദിവസം മീനാണ് കേട്ടോ. അല്ലെങ്കിൽ പാപ്പാക്ക് ഇഷ്ടം പാപ്പ ചോറുന്നില്ല. അതല്ലേ ഉള്ള ദിവസമൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യൽ. മീൻ തന്നെ കൂട്ടുണ്ടാവത്. പിന്നെ ഇന്നിപ്പോൾ മുരിങ്ങയുടെ കുറേ ദിവസം കൂടുമ്പോൾ മീൻ മുരിങ്ങയുടെ വെക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടമാവുമെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. വെയിറ്റില്ലാതെ പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ തലേതിൻ്റെ ഇതാക്കിയിട്ടില്ല. അപ്പോൾ അത് കൂട്ടിൻ്റെയും കരിവേപ്പിൻ്റെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൻ്റെ മസാല കൂട്ടുമ്പോൾ കൂട്ടിയിട്ട് നല്ല രസമായിട്ട് പുളിവെള്ളം കൂട്ടിക്കോളൂ കേട്ടോ. നമ്മളിതിലേക്ക് പുളിവെള്ളമോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അപ്പോൾ ഇങ്ങനെ കൂട്ടാൻ നല്ല രസം കേട്ടോ. അപ്പം നാളെ വേറെ വീഡിയോക്ക് വരണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.